അപ്പോ രണ്ടുപേരെയും പുറത്താക്കി എന്ന് മാത്രമല്ല ഹെഡ് മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തു ഇവരെ ഒരു കാരണവശാലും ക്ലാസ്സിലേക്ക് അയക്കാൻ പാടില്ല. ഹെഡ് മാസ്റ്റർക്ക് നേരത്തെ തന്നെ ഇവന്റെ കഥ അറിയാവുന്നത് കൊണ്ട് പൂർവ കാല അടിസ്ഥാനത്തിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. ഈ മാതാവിനെ വിളിച്ചിട്ട് ഹെഡ് മാസ്റ്റർ പറയുന്നു ഇനി സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല. ഈ മാതാവ് എന്നോട് ചോദിക്കുന്നത്, ഇവൻ വീട്ടിൽ വന്നതിന് ശേഷം ചോദിക്കുന്നത് നമ്മളെ നന്നാകാൻ ആരും സമ്മതിക്കുകയില്ലേ എന്നാണ്. കാരണം ഇത്രയും ദിവസം പഠനത്തിൽ സജീവമാവുകയും അനാവശ്യമായ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും ഇന്ന് പോലും ക്ലാസ്സിൽ നേരത്തെ എത്തുകയും യൂറിനൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രാഥമിക ആവശ്യത്തിനു വേണ്ടി മാത്രം ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാത്ത സമയത്ത് പുറത്തു പോയതിന്റെ പേരിൽ കുട്ടി പുറത്താക്കപ്പെടുന്നു. ഈ മാതാവ് പറയുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ അവൻ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് അവൻ എന്നെ സമീപിക്കുകയില്ല, അവൻ സ്വയം ഡീൽ ചെയ്യും. അവൻ അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇന്നവൻ ശാന്തനാണ്, അവൻ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ എന്തു പറയണം? ഞാൻ അദ്ദേഹത്തോട് വീണ്ടും അദ്ദേഹത്തിന് ഫോളോ അപ്പ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞു. ഹെഡ് മാസ്റ്റർ വിളിച്ചു കുട്ടിയെ തിരിച്ചെടുക്കാൻ. ചെന്നപ്പോ ഇവനൊന്നും അറിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, പഠിക്കണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി 4-5 ചോദ്യങ്ങൾ ചോദിച്ച എല്ലാറ്റിനും ഇവൻ ആൻസർ പറഞ്ഞു. ഈ ഹെഡ് മാസ്റ്റർ ചോദിച്ചു ഇവൻ എപ്പോഴാ പഠിക്കാൻ തുടങ്ങിയത്? ഉണ്ടായ സംഭവങ്ങളൊക്കെ മാതാവ് ഈ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചു. ഈ 3 സാമ്പിൾ ഞാൻ മുന്നിൽ വെച്ചത് എന്തിനാണെന്നറിയോ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നും അതിനൊരു പരിഹാരമാർഗം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ അവയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 സംഭവം മുന്നിൽ വെച്ച് സംസാരിക്കുന്നത്. ഈ 3 ഒരു സാമ്പിൾ മാത്രമാണ്. ആയിരക്കണക്കിന് കേസ് സ്റ്റഡീസുകളുടെ കൂട്ടത്തിലെ ചെറിയ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥി എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയ ഏതൊരു മനുഷ്യക്കുഞ്ഞും നന്മയുള്ളവരാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം നന്നാവാനാണ്. ഏതൊരു മനുഷ്യക്കുഞ്ഞിന്റെയും ആഗ്രഹം പഠിച്ചു ഉന്നതങ്ങളിലെത്താനാണ്. ഒരു കുട്ടിക്ക് അങ്ങനെ ആഗ്രഹം വരാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് നാം മുതിർന്നവരുടെ സൃഷ്ടിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാണ്. ജസ്റ്റ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ബ്ലെയിമിംഗ് ആയിട്ട് കേൾക്കരുത്, ഒരു സാധ്യതയായിട്ട് മാത്രം കേൾക്കണമെന്ന റിക്വസ്റ്റോട് കൂടെയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ നാട് ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി, ഇപ്പോഴുള്ള സാമൂഹിക സ്ഥിതി തുടരാനുള്ള കാരണം വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിന് കഴിയുന്നവരാണ് നാം. നമ്മുടെ ഒന്നിച്ചുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ നാളെ എന്നത് ഒരു സൗരഭ്യമുള്ള, വിശാല സാധ്യതകളുള്ള ഉയർന്ന ഒരു തലങ്ങളിലേക്ക് വരും എന്നത് വലിയൊരു സത്യമാണ്. 13 വയസ്സുകാരനെ മാദിനിന്റെ മീഡിയ അടക്കം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അഭിനന്ദിച്ചത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. 2ാം ക്ലാസ് മാത്രം പ്രാഥമിക ദൈനംദിന സ്വഭാവത്തോടുകൂടെ സ്കൂൾ നേടിയിരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി നേടിയ നേട്ടവും ആ നേട്ടം നേടാൻ സഞ്ചരിച്ച സഞ്ചാര പദങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സത്യമാണ്, ഏതൊരു വിദ്യാർത്ഥിയിലും ഇങ്ങനെ ഒരു അന്തർധാരയുണ്ട്. ഈ അന്തർധാര സജീവമാക്കാൻ മുൻധാരണയില്ലാതെ എവ്രിവൺ ഈസ് യുണീക്ക്. ഓരോ കുട്ടിയും അജീബാണ്, അത്ഭുതകരമായ സിദ്ധികളുള്ളവരാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു 19 വയസ്സുകാരൻ വന്നു. 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞവനാണവൻ. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. ആ കുട്ടി പറയുന്നത് വികൃതമായ തലമുടിയും വികൃതമായ ഒരുതരം അലസമായ ഡ്രസ്സും അതുപോലുള്ള ഒരു മുഖഭാവവുമാണ് ആ കുട്ടിയുടേത്. ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കുട്ടിയും പാരന്റും കാര്യമായി പറഞ്ഞ വിഷയം, SSLC എഴുതിയിരിക്കുന്നത് സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്, +1 +2 എഴുതിയതും സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ്. പ്രാഥമികമായ ഏതാനും ക്ലാസ്സുകൾ മാത്രമേ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ.
പ്രധാനപ്പെട്ട പല ക്ലാസ്സുകളും കുട്ടിക്ക് നേടാൻ പറ്റിയിട്ടില്ല. കുട്ടി സംസാരിച്ച 10 മിനിറ്റ് സംസാരത്തിനിടയിൽ എൻ്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ ഞാൻ വായിച്ച ഒരു വരികൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആ വിദ്യാഭ്യാസദാതാക്കളുടെ അപര്യാപ്തതയാണ്. ആ അപര്യാപ്തത ഓർക്കുമ്പോൾ നീറുന്ന ഒരു മനസ്സ് മനുഷ്യൻ എന്ന നിലയിൽ നാം അനുഭവിക്കാൻ നിർബന്ധിതരാകുന്നു. ഇങ്ങനെയുള്ള അനേകം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവരങ്ങനെയാകുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ്. ആ കാഴ്ചപ്പാടാണ് ഞാൻ ആദ്യം സ്ഥാപിച്ചത്. വിദ്യാർത്ഥിക്ക് നമ്മുടെ ക്യാമ്പസിൽ വന്നാൽ ആ വിദ്യാർത്ഥിക്ക് സന്തോഷപൂർവ്വം വിദ്യാഭ്യാസം നൽകുക എന്ന ഒരു കൺസെപ്റ്റ് അത് സ്ഥാപിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് അധ്യായങ്ങൾ ഒന്നൊന്നായി ഓപ്പൺ ആകുന്നത് കാണാം. പകരം വിദ്യാഭ്യാസം എന്നത് കഠിനമായ ഒരു പ്രക്രിയയാണ് എന്നും അത് കഴിവും പ്രാപ്തിയുള്ള ചിലർക്ക് പറഞ്ഞതാണ് എന്നും ചിലരൊക്കെ ഈ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പുറത്തു പോകാനുള്ളവരാണ് എന്നും നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭീകരമായ ചില അധ്യായങ്ങൾ ഇതുപോലെ തുറക്കപ്പെടുന്നു. ഇന്നലെ ഞാനൊരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടുത്തെ പ്രധാന അധ്യാപകന് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പഠിപ്പിക്കാൻ തുടങ്ങിയ അധ്യാപകനാണ്. സ്വാഭാവികമായും ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം എന്താ അറിയോ? ഏത് ക്ലാസ്സിൽ ഒരു 5% വിദ്യാർത്ഥികൾ ഉണ്ടാകും. നിങ്ങൾ പറയാൻ പോകുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ബാക്കിയുള്ള 95% ഓൾസോ ഒക്കെ നമുക്ക് കഴിയും. അദ്ദേഹം മികവുറ്റ അധ്യാപകനായതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഈ 5% നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ അതൊന്ന് പറയണേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപസ്വരമുള്ള ചോദ്യം. അദ്ദേഹം ചോദിച്ചത് ഏത് ക്ലാസ്സിലുണ്ടാവും ഒരു പ്രശ്നക്കാരായ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 5%, ഈ 5% എന്ത് ചെയ്യാം എന്നതിന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരമുണ്ട്. ഇത് മനസ്സിൽ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അറിയാവുന്ന വലുപ്പത്തിന്റെ മാക്സിമം വലുപ്പത്തിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ചിന്താധാരയാണ്. അതെന്താണെന്നറിയോ? ലോകത്തറിയപ്പെട്ട സയന്റിസ്റ്റുകൾ, ലോകത്തറിയപ്പെട്ട മതനേതാക്കൾ, ലോകത്തറിയപ്പെട്ട സാമൂഹിക വിപ്ലവങ്ങൾ തീർത്ത വിപ്ലവ നായകന്മാർ, ലോകത്തറിയപ്പെട്ട പ്രഭാഷകർ, രാജാക്കന്മാർ, ഇവരിലെ 80% ഈ പറയപ്പെട്ട 5%കാരാണ്. ഇവരെ ഇന്ന് കൊഞ്ഞനം കുത്തിയാൽ നാളെ അവരാരോഗ്യമുള്ളവരാവുകയും നാം ശുഷ്കിക്കുകയും ചെയ്യുന്നൊരു ദിവസമുണ്ട്. അവരുടെ മുമ്പിൽ നാം തിരിച്ചു കൊഞ്ഞനം കുത്തപ്പെടും. അങ്ങനെ ആകാതിരിക്കാൻ നാം ഈ 5% അവഗണിക്കാതിരിക്കുകയും അവരിലെ സാധ്യതകൾ കാണാൻ തയ്യാറാവുകയും ചെയ്താൽ അവർ ഉന്നതരാകുന്നത് പലപ്പോഴും നമുക്ക് കാണാം. ഇതാണ് എനിക്ക് എൻ്റെ ബഹുമാന്യരായ അധ്യാപകരുടെ മുമ്പിൽ വളരെയേറെ ആദരവോടെയും അതിലേറെ സ്നേഹത്തോടുകൂടെയും കാഴ്ചവെക്കാനുള്ള ചെറിയൊരു ചിന്താധാര. ഇനി നിങ്ങളുടെ ഇന്ററാക്ഷനുകളാണ് എൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സമൃദ്ധമായ മുന്നോട്ടു പോക്ക്. ഇതിൽ ഏകപക്ഷീയമായി ഞാനൊരു പ്രഭാഷണം നടത്തുന്നത് അത്ര വലിയ ഔചിത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ദീർഘകാലം പ്രഭാഷണം നടത്തി പരിചയമുള്ള ഒരാളും അതോടൊപ്പം പ്രഭാഷണം എൻ്റെ ഒരു ഇഷ്ടവിനോദവും എൻ്റെ ഒരു പാഷന് കൂടിയാണ്. അപ്പൊ എനിക്ക് ഈ നൃത്തത്തിൽ ഒരു പക്ഷേ 5-6 മണിക്കൂർ ഒരേ സമയം പ്രഭാഷണം നടത്തുക എന്നത് എനിക്ക് കഴിയുമെന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് നമുക്ക് കിട്ടുന്ന വിഭവം കുറയാൻ കാരണമാകുമോ എന്നത് എൻ്റെ ഒരു ആശങ്ക കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിന്റെ കടിഞ്ഞാൺ, അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ചുമതല അത് ബഹുമാന്യരായ നിങ്ങളെ ഏൽപ്പിച്ചു. ഇനി ഞാൻ വീണ്ടും നിങ്ങളുടെ ഇന്ററാക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, നിങ്ങൾ ചോദിക്കാതിരിക്കുമ്പോൾ മാത്രം അങ്ങനെ പോകും. അതിൽ വല്ലതും ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യുകയോ, അത് ആർക്കും ഇവിടെ നിന്ന് അവിടം വരെയുള്ള ഈ സദസ്സിലെ ഏതൊരാൾക്കും നിങ്ങൾക്ക് വളരെ സ്വതന്ത്രമായി
നിങ്ങളുടേതായ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടപെടാം. ബഹുമാനപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യാം. ആരെങ്കിലും നിർത്തണ്ടല്ലോ, സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ഥാപനം എന്നതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോകുന്ന സമയത്ത് കേവലം ഒരു സ്റ്റുഡന്റ് ആകരുത് ഒരു അധ്യാപകന്റെ മുന്നിലെ വാൾ. മറിച്ച് ആ കുട്ടിയുടെ ബാക്കപ്പ് കൂടി അറിഞ്ഞുകൊണ്ട് ടീച്ച് ചെയ്യാൻ ഒരു ടീച്ചർക്ക് സാധിക്കണം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ടാവും. നിങ്ങൾ ഏത് ആശങ്കകളും നിങ്ങൾക്ക് തുറന്ന് സംവദിക്കാം. ഞാൻ ഈ സംസാരിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു കരിക്കുലം സംവിധാനം ബാക്കപ്പ് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതേസമയം നിലവിലെ നാം സംവദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പ്ലാറ്റ്ഫോമിൽ അത് നടപ്പിലാക്കാനുള്ള സാധ്യത കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പറയപ്പെട്ട ലോകോത്തര നിലവാരമുള്ള പഠന സംവിധാനം നമുക്ക് സാധ്യമാണ്. നിലവിൽ റൈറ്റ് നൗ, ഈ സമയം ഈ ഇടത്തിൽ നമുക്കത് നടപ്പിലാക്കാനുള്ള സാധ്യതകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത്. ഒരു കുട്ടി, ആ കുട്ടിയെക്കുറിച്ച് ഒരു ടീച്ചർക്ക് കൃത്യമായി ധാരണ ഉണ്ടാകണം. ഈ കുട്ടി ഏത് വീട്ടുകാരനാണ്, കുട്ടിയുടെ പാരൻസ് ഏത് തലത്തിലുള്ളവരാണ്, ഈ കുട്ടിയുടെ സാധ്യതകൾ എന്താണ് എന്നത് ആ രൂപത്തിൽ നമുക്ക് കയ്യിലുണ്ടാകണം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, നിലവിലെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ നമ്മൾ പഠിപ്പിക്കുന്ന പൊസിഷനിൽ തന്നെ ഞാൻ ഈ പറയപ്പെട്ട സംഗതികൾ സാധ്യമാണ് എന്നത് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ തന്നെ അത് നമുക്ക് സാധ്യമാണ് എന്ന് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. രണ്ടാമത്തത്, പാരൻസിന് വേണ്ടി പലപ്പോഴും നമ്മൾ നടത്താറുള്ളത് പാരൻസ് മീറ്റാണ്. പാരൻസ് മീറ്റിൽ എന്താണ് നടക്കാറുള്ളത്? സ്വാഭാവികമായും നമ്മുടെ കുട്ടികളെ പറ്റി നാം പറയും. കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധ കുറവുണ്ട് ഇവന്. ആരാ പറയുന്നത്? ടീച്ചർ പറയുന്നു. ആരോടാ പറയുന്നത്? രക്ഷിതാവിനോടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇവന് ക്ലാസ്സിൽ ശ്രദ്ധ കുറവാണ്. ഇവിടെ പറയുന്നു എന്നല്ലേ, പലപ്പോഴായിട്ട് നടക്കാറുള്ളതാണ്. വീട്ടിലിരിക്കുന്ന രക്ഷിതാവ് ക്ലാസ് റൂമിലിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധയുള്ളവനാക്കണം. ഇതിന് രക്ഷിതാവിന് എവിടെയാണ് ഇടമുള്ളത്? ഇത് പറയുക എന്നത് ഒരു അധ്യാപകൻ ചെയ്യാവുന്നതാണോ? ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ രക്ഷിതാവിന് വല്ല വഴിയുണ്ടോ? ഒന്ന്. രണ്ടാമത്തത്, പലപ്പോഴും നമ്മൾ പാരന്റ്സ് മീറ്റിംഗിൽ പറയുന്ന ഒന്നാണ്. പാരന്റ്സ് മീറ്റിംഗ് നടക്കൽ തന്നെ എപ്പോഴാണ്? പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ പരീക്ഷാ സംവിധാനം എന്നതിലെ ട്രഡീഷണൽ സ്റ്റൈൽ മാറ്റേണ്ടിയിരിക്കുന്നു. ട്രഡീഷണൽ സ്റ്റൈൽ എന്താ? 3 മാസമോ 4 മാസമോ 6 മാസമോ കഴിഞ്ഞിട്ടാണ്, പഠനം നടന്നിട്ടാണ് ഒരു എക്സാം നടക്കുന്നത്. ഈ എക്സാം നടന്നതിന് ശേഷമുള്ള കുട്ടിയുടെ സ്റ്റാറ്റസ് ആണ്, നിലവാരമാണ് നാം പരീക്ഷയിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ പരീക്ഷയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലുള്ളൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇതിലെ പോരായ്മ നാം അധ്യാപകർ രക്ഷിതാക്കളോട് പറയുന്നു എന്ന ഈ ആകാശത്തിന് ചുവട്ടിലെ വളരെ അറുവഷളൻ വിരോധാഭാസമാണിത്. ഒന്ന്, നമ്മുടെ ഡ്യൂട്ടിയിൽ നാം പരാജയപ്പെട്ടു എന്നാണ് പറയുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഒരു കുട്ടിക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് 6 മാസവും 3 മാസവും 4 മാസവും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നോ അധ്യാപകർ തിരിച്ചറിയേണ്ടിയിരുന്നത്? പാരന്റിങ് എന്നതിൽ ഇത്തരം ഒരു രക്ഷിതാവിന് കുട്ടിയെക്കുറിച്ചുള്ള ബ്ലെയിമിങ്,
രക്ഷിതാവിനെ ബ്ലെയിമിങ് ചെയ്യാൻ യാതൊരു ഇടവും ഇല്ല എന്നതാണ് സത്യം. എന്നാൽ ഇതിന് മറുവശത്ത് നടക്കേണ്ടത് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട എലമെന്റ് പാരന്റൽ ഇൻവോൾവ്മെന്റ് ആണ്. എന്താണ് പാരന്റൽ ഇൻവോൾവ്മെന്റ്? എവറി വീക്ക്ലി, ഓരോ ആഴ്ചയിലും നാം നമ്മുടെ കുട്ടികളെ അസസ് ചെയ്യുന്നു. അസസ് ചെയ്യുക എന്നത് ഭാരമാണെന്ന് സ്വാഭാവികമായും തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ക്ലാസ്സിൽ 30 35 വിദ്യാർത്ഥികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സ്ഥാപനത്തിൽ 40 45 വരെ സാധ്യതയുള്ള സ്ഥാപനത്തിൽ എങ്ങനെയാണ് കുട്ടിയെ അസസ് ചെയ്യുക? ഞാൻ പറയണോ? റൂട്ട് പറയാം. ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുന്നു. ആ നോട്ട്ബുക്കിൽ ഓരോ പേജും ഓരോ കുട്ടിക്ക് വേണ്ടി റിസർവ് ചെയ്യുന്നു. ഈ കുട്ടി സ്ഥാപനത്തിൽ വന്നാൽ പുലർത്തേണ്ടിയിരുന്ന മികവ് നാം ഏരിയ തിരിക്കുന്നു. അഥവാ സബ്ജക്റ്റ് വൈസ്ഡ് ആകാം, അതുപോലെ കുട്ടിയുടെ സ്കിൽ ബേസ്ഡ് ആകാം. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പഠനം, സ്വഭാവം, വൃത്തി, പങ്ക്ച്വാലിറ്റി തുടങ്ങിയ വ്യത്യസ്തമായ ഏരിയയിൽ കുട്ടിയെ കാറ്റഗറൈസ് ചെയ്യാം. കുട്ടിയെ വിലയിരുത്തുന്ന ഏരിയകൾ കാറ്റഗറൈസ് ചെയ്യാം. ഈ കുട്ടിയുടെ പേജില് ഈ പറയപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്ത സ്ഥാനത്ത് അതിന് നേരെ ഒരു 10 ദിവസത്തെ അടിസ്ഥാനമാക്കി നാം കുട്ടിയുടെ നിലവാരം രേഖപ്പെടുത്തുന്നു. A, B, C. ഇതിലേത് കാറ്റഗറിയിലാണ് കുട്ടി എന്നത് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കുട്ടിയുടേത് രേഖപ്പെടുത്താൻ നമുക്ക് എത്ര സെക്കൻഡ് വേണ്ടി വരും? ഒരു 5 6 7 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് രേഖപ്പെടുത്താം. ഇങ്ങനെ ഒരു ദിവസം ഒരു 5 കുട്ടിയെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിയില്ലേ? 5 മിനിറ്റ് കൊണ്ട് ഒരു 5 കുട്ടിയെ ഒരു ദിവസം രേഖപ്പെടുത്തിയാൽ 10 ദിവസത്തിനിടയിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും അസസ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. ഒരു ദിവസം 5 മിനിറ്റെങ്കിലും ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിലെ മർമ്മം. എങ്ങനെയാണെങ്കിൽ കുട്ടിയെ അസസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓരോ 10 ദിവസത്തിനിടയിലും നമ്മുടെ കുട്ടിയുടെ ഗ്രാഫ് അത് രക്ഷിതാവിന് സെൻഡ് ചെയ്യാൻ നമുക്ക് എത്ര സെക്കൻഡുകൾ വേണ്ടി വരും? ഇവിടെ കുട്ടിയുടെ ന്യൂനത അറിയിക്കുന്നതിന് പകരം ന്യൂനതകൾ നാം ഗ്രൂപ്പായി ചേർന്ന് പരിഹാരങ്ങൾ കണ്ട്, ഓരോ വകുപ്പിലും ഹെഡുകൾ ഉണ്ടാകും. വകുപ്പടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു ദിവസം ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 3 ദിവസം കൂടുമ്പോൾ ഒരു 15 മിനിറ്റ് ഒന്നിച്ചിരുന്ന് ചെറിയ ഒരു ഡിസ്കഷൻ. ആ ഡിസ്കഷനിൽ പ്രധാനപ്പെട്ട നമ്മൾ നേരിടുന്ന ഇന്ററപ്ഷനുകൾ, പ്രധാനപ്പെട്ട ഈ ഒബ്സ്റ്റാക്കിളുകൾ, പ്രധാനപ്പെട്ട ഒബ്സ്റ്റാക്കിൾ എന്താണ് എന്നത് ചർച്ചക്ക് കൊണ്ടുവരുന്നു. അതിന്റെ പരിഹാരങ്ങൾ ചർച്ച ചെയ്യുന്നു. പരിഹാരങ്ങൾ ലഭ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി സുപ്രീം ലെവലിലുള്ള നമ്മുടെ ഹെഡുമാരെ കണക്ട് ചെയ്യുന്നു. എന്നിട്ടും അതിന് ഒരു സൊല്യൂഷൻ കാണുന്നില്ല എങ്കിൽ അതിന്റെ അപ്ലൈനിലേക്ക് പോകുന്നു. അങ്ങനെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഒരു ദിവസം ഒരു 5 മിനിറ്റിന്റെയും 10 മിനിറ്റിന്റെയും ഇടയിലുള്ള സമയം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ കൃത്യമായി കുട്ടിയെ അസസ് ചെയ്യാൻ സാധിക്കും. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പാരന്റ്സിന് കൈമാറാൻ പറ്റും. പാരന്റ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാരന്റിനെയും, 40 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ പാരന്റിനെയും ഗുരുതരമായ രീതിയിലുള്ള വിഷയങ്ങൾ അറിയിക്കാൻ കാണില്ല. നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് എന്തേ അറിയിക്കാനുണ്ടാവുള്ളൂ? ഹീസ് ഗുഡ്, ഇത്രേ അറിയിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ ഈ കുട്ടിയുടെ പുസ്തകത്തിൽ സ്പെഷ്യാലിറ്റികളെല്ലാം നമ്മൾ രേഖപ്പെടുത്തണം. ഇന്നലെ ദിവസം കുട്ടിക്ക് തലവേദനയായി 4 പീരീഡ് കുട്ടി കിടന്നിരിക്കുകയാണ്. അത് ഈ പുസ്തകത്തിൽ വരണം. ഇന്നലെ ദിവസം ആ കുട്ടി സ്കൂളിലേ വന്നിട്ടില്ല, അത് ആ പുസ്തകത്തിൽ വരണം. ഇതിന് നാം സ്വീകരിച്ച പരിഹാര പ്രക്രിയ എന്തോ അതും അതിൽ വരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നടപടിക്രിയകളെല്ലാം വരേണ്ടത് സ്റ്റാൻഡേർഡ് മോഡിലാണ്, കൂടുതൽ നിലവാരമുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു ന്യൂനതയുണ്ട്. എന്താ ന്യൂനത? വീട്ടിൽ വെച്ച് കുട്ടി പുസ്തകം തുറക്കുന്നില്ല.
വീട്ടിൽ വെച്ച് കുട്ടി ഒട്ടും പഠിക്കുന്നില്ല.